നമസ്കാരം. എല്ലാ മനുവർഷവും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് കൊല്ലവർഷം 1799 മലയാള വർഷം കഴിയുകയായി. കൊല്ലവർഷം 1200 മലയാള വർഷം ആരംഭിക്കുകയായി. ഒരു പുതുവർഷം നമുക്ക് ആരംഭിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടാവും. ഒരുപാട് അവസരങ്ങൾ നമുക്ക് വരാനുണ്ടാവും. ഒരുപാട് അവസരങ്ങൾ നമുക്ക് വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. ഒരു ജോലി കിട്ടാനുണ്ട്. വസ്തു വാങ്ങിക്കാനുണ്ട്. നമുക്ക് പലവിധ ഉയർച്ചകൾ നമുക്ക് വരാനുണ്ട്. അപ്പം നമുക്ക് ഈ 1200, അതായത് മലയാള വർഷം 1200 ചിങ്ങം മുതൽ കർക്കിടകം വരെ നമുക്ക് 12 മാസം കൊണ്ട് നമുക്ക് പലവിധ ഉന്നതികൾ, ഒന്ന് കിട്ടിയാൽ ഒന്ന് 9 ആക്കാൻ, അല്ലെങ്കിൽ 16 ആക്കാൻ, അല്ലെങ്കിൽ 21 ആക്കാൻ സാധ്യതയൊക്കെ ഉള്ള, കിട്ടുന്ന എന്തായാലും അതിനെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി ആക്കാൻ, പലവിധ ഉന്നതികൾ ഉണ്ടാവാൻ, പലവിധ ഭാഗ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇവിടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 7 നക്ഷത്രക്കാരെ പറ്റിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 7 നക്ഷത്രക്കാർ മാത്രമാണോ? ഒരിക്കലല്ല, 27 നക്ഷത്രങ്ങൾ നമുക്കുണ്ട്. ഇത് കോമൺ ആയിട്ട് ഇവിടുത്തെ ഗോചര ഫലം അനുസരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ കൂടുതലായിട്ട് വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജാതകം കൊണ്ട് നല്ല ജ്യോതിഷനെ നിങ്ങൾ കാണുക. ജ്യോതിഷനെ കണ്ട് ജാതകത്തിലുള്ള ദശ അപഹാരം കൂടി പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും പോരായ്മ കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ഇതിൽ പെടാത്ത നക്ഷത്രക്കാർക്കും ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാവും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കടക്കാം. ഒന്നാമത് ഭരണി നക്ഷത്രമാണ്. ഭരണി അറിയാം, കൊടുങ്ങല്ലൂർ ഭദ്രകാളി ഭഗവതി ഒക്കെ പറയാറില്ലേ? ഭദ്രകാളി ഭഗവതി നാളാണ് ഭരണി നാള്. ഭരണി നാളുകാർക്കും ഒരുപാട് ഉയർച്ചകൾ നമുക്കുണ്ടാവും. ഭരണിക്കാർക്ക് മാത്രമാണോ ചെറിയ ചോദ്യം ഉണ്ടാവും. ഭരണിക്കാർക്ക് മാത്രമല്ല, ഭരണിയുടെ അനിയ നക്ഷത്രമാണ് ഭരണി, പൂരം, പൂരാടം. ഇവർക്കും ഉയർച്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അടുത്തത് മഹാദേവന്റെ ആളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. തിരുവാതിര ചോദ്യം അതെ, ഇവർക്കും ഗുണങ്ങളൊക്കെ ഉണ്ടാകും. തിരുവാതിര നക്ഷത്രക്കാർക്കും എടുത്തു വെക്കുന്ന സ്ഥലം നമ്മൾ അധീനതയിലാക്കുന്ന അവസ്ഥകൾ പറയാം. നല്ല രീതിയിലുള്ള അഭിവൃദ്ധികൾ പറയാം. വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് നല്ല രീതിയിലുള്ള ജോലികളൊക്കെ ഉണ്ടാവും. ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. അടുത്തത് ധർമ്മശാസ്ത്രനാണല്ലോ ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്കും പലവിധ ഭാഗ്യങ്ങൾ, വാഹന ഭാഗ്യം, ധനഭാഗ്യം, ചിട്ടി, ലോട്ടറി മുതലായ ഭാഗ്യങ്ങളൊക്കെ നേടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത അനിഴ നക്ഷത്രക്കാർക്കാണ്. അനിഴ നക്ഷത്രക്കാർക്ക് കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടാന്, അതുപോലെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവാന്, അതുപോലെ തന്നെ നമുക്ക് ജോലി മാറിക്കേറാന്, അതുപോലെ നിൽക്കുന്ന സ്ഥലത്ത് അവൻ്റെ ഒരു സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനുള്ള അവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. സൈഡ് ബിസിനസ് തുടങ്ങാനുള്ള അവസ്ഥകൾ പറയുന്നുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ കിട്ടാനുള്ള അവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. അടുത്തത് ഞാൻ ഈ പറഞ്ഞത് തന്നെ പൂരാട നക്ഷത്രക്കാർക്കാണ്. പൂരാട നക്ഷത്രക്കാർക്ക് നഷ്ടമുള്ള ബിസിനസ് പോലും ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിക്കാനുള്ള അവസ്ഥകൾ പറയുന്നുണ്ട്. നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ ധാരാളം ചെയ്യാം. യാത്രകൾ, ബിസിനസ് സംബന്ധമായിട്ട് യാത്രകളൊക്കെ ചെയ്യുക. ആ യാത്രകൾ ചെയ്ത പൈസ പോലും ചെയ്ത് തിരിച്ചു വരുന്നതിനകമായിട്ട് ഇരട്ടിയായിട്ട് കിട്ടാനുള്ള അവസ്ഥകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മാതൃദത്തമായിട്ടുള്ള, പിതൃദത്തമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള അവസ്ഥകൾ പറയുന്നുണ്ട്. അടുത്ത രേവതി നക്ഷത്രക്കാർക്ക് അന്യ ജില്ലയിൽ അല്ലെ അന്യദേശത്ത് സ്വന്തമായിട്ട് അവിടെ ഒരു നില ഉറപ്പിക്കാൻ സ്വന്തം പേരുകൊണ്ട് അവന്റെ നാട് പോയി അറിയപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇവർക്കും ഈ പറഞ്ഞ ചിട്ടി, ലോട്ടറി മുതലായ ഭാഗ്യങ്ങൾ, നിധി നിധി എന്ന് പറഞ്ഞാൽ ഒരു നിധികുംഭം കിട്ടണമെന്നല്ല, മക്കൾക്കൊരു അഭിവൃദ്ധി ഉണ്ടായ നിധിയാണ്. ഇരിപ്പ് ധനം കിട്ടിയാൽ നമുക്ക് പൂർവ്വമായിട്ടെങ്കിലും FD എവിടെങ്കിലും ഇട്ടിരുന്നു, പൂർവ്വമായിട്ടെങ്കിലും സ്വത്തുക്കൾ എവിടെങ്കിലും വാങ്ങിച്ചിട്ടിരുന്നു. അത് 10 ഇരട്ടി 100 ഇരട്ടി വിലയ്ക്ക് വിറ്റാൽ എന്തുവാ, നിധി കിട്ടുന്നത് തുല്യം തന്നെയാണ്. അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഈ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള അവസ്ഥകൾ പറയുന്നുണ്ട്. ഈ 7 നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ബാക്കി 20 നക്ഷത്രക്കാർക്കും ഈ അവസ്ഥകളൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാവും. അതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ എല്ലാ മാസവും അതിന്റെ നക്ഷത്രത്തിന് അടുത്തുള്ള ദേശാധിപത്യ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും, നാളിന് പറ്റുമെങ്കിൽ നാളിന്, അല്ലെങ്കിൽ മാസത്തെ ഒരു ദിവസം മുങ്ങിക്കുളിച്ച് തൊഴുത് ഒരു താലത്തില് ഒരു ചന്ദനത്തിരി, കർപ്പൂരം, അതുപോലെ അവിടുത്തെ ഭഗവാനാണെങ്കിൽ മഹാദേവനാണെങ്കിൽ ഭസ്മം, മഹാവിഷ്ണു ഭഗവാനാണെങ്കിൽ ചന്ദനം, ഭഗവതിയാണെങ്കിൽ കുങ്കുമം, സുബ്രഹ്മണ്യസ്വാമിയാണെ ഭസ്മം, ഗണപതിയാണെ ഭസ്മം, ശാസ്താവാണെ ഭസ്മം ഒക്കെ വെച്ച് പൂമാല, ഉടയാട, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ, എന്തെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ട് താലസമർപ്പണം ചെയ്ത് നെയ്വിളക്ക് കത്തിച്ച്
ഭഗവാന് 11 അല്ലെ ഭഗവതിക്ക് 11 പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമുക്ക് ഭാഗ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കൂട്ടത്തിലുള്ളതാണ് കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുന്നത്, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് ഒക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. വർഷത്തിലൊരിക്കലെങ്കിലും ഒരു 3 മഹാക്ഷേത്രങ്ങളെങ്കിലും ദർശനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ചിങ്ങമാസം മുതൽ നമുക്ക് വരുന്ന ഉന്നതികൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ മാറാൻ നല്ല ആചാര്യന്മാരെ കൊണ്ട് സുദർശനം, ബഹിളാമുഖി, ശൂലിനി ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ, പ്രത്യങ്കിര യന്ത്രം ഒക്കെ എഴുതി ധരിക്കുന്ന വളരെ ശ്രേഷ്ഠമാണ്. അവനവന് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ അവൻ്റെ പ്രയത്നം വേണം, കൂടെ തന്നെ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. ഈശ്വരാനുഗ്രഹം മറയ്ക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അത് നീക്കി മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ പ്രാർത്ഥനകൾ ഫലിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ദൈവജ്ഞനെ കാണണം. നമുക്ക് ചിങ്ങമാസം തുടങ്ങി ഈ നക്ഷത്രക്കാർക്കൊന്നും അഭിവൃദ്ധികൾ പലർക്കും ഉണ്ടാവുന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ കാരണങ്ങളുണ്ടാവും. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അഭിവൃദ്ധി ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.